എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോസിനും ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമൻറ്റുകളെല്ലാം ഞാൻ ഇത്തവണ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻസിനൊപ്പം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വാരാഹി അമ്മയുടെ ഈ വീഡിയോസ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്നാലും ബിഗിനേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നത് അവർക്ക് ഇവിടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ ആക്ച്വലി ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പേഴ്സണലി എനിക്ക് വാരാഹി ദേവി എനിക്ക് ഒരുപാട് ഹെൽപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അമ്മയുടെ സഹായത്തോടെ നടന്നു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാക്സിമം എനിക്ക് ആളുകൾക്ക് വാരാഹി ദേവിയെ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആരാണ് എന്താണ് എന്നുള്ള ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വാരാഹി ദേവി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മൃഗരൂപം, അതായത് വരാഹരൂപം കൊണ്ട ദേവി ഭയങ്കര പവർഫുള്ളാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതിൽ ചുവടെ ഈ ഒരു കഴിഞ്ഞ വീഡിയോസിലൊക്കെ 1-2 പേര് കമൻറ്റ് ചെയ്യുകയുണ്ടായി. കാര്യം അവർക്ക് ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഈ ചാനലിലൂടെ തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റി. അതുപോലെ വാരാഹി ദേവിയുടെ അനുഗ്രഹങ്ങൾ ഡെയിലി കിട്ടിത്തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കമൻറ്റൊക്കെ ഞാൻ ഇതിനകത്ത് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ. കാര്യം വാരാഹി ദേവി വളരെ പവർഫുള്ളാണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിച്ച് കിട്ടാനായിട്ട് നമുക്ക് വാരാഹി ദേവി നമ്മുടെ ഒരുപാട് രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. മെയിനായിട്ട് നമുക്ക് വിശ്വാസമാണ് വേണ്ടത്. വിശ്വാസമില്ലാതെ നമ്മളിപ്പോൾ ഏതൊരു കാര്യം ചെയ്തിട്ടും കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അല്ലേ? വാരാഹി ദേവി എന്ന് പറയുന്ന ആ ഒരു വരാഹരൂപം പൂണ്ട ദേവിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വരാഹരൂപം പൂണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൃഗരൂപം പൂണ്ട ദൈവങ്ങൾ, അതായത് ഗണപതി ഭഗവാൻ, വിഘ്നേശ്വരൻ എന്ന് പറയുന്ന നമ്മൾ എല്ലാവരും ആരാധിച്ചു വരുന്ന ഗണപതി ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് ആനയുടെ ഒരു രൂപമാണ്, അല്ലേ? അപ്പം ആനയുടെ ആ ഒരു തലയാണ് നമ്മുടെ വിഘ്നേശ്വരന് ഉള്ളത്. അപ്പം വിഘ്നേശ്വരനെ ആരാധിക്കാതെ ഏതൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് തടസ്സം അനുഭവിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ വിഘ്നേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് നമ്മൾ ആ ഒരു കാര്യം ചെയ്ത് തുടങ്ങുന്നതാണെങ്കിൽ അത് നല്ല രീതിയിൽ നല്ല ഉയർച്ചയിലെത്തും. ഒരു തടസ്സവും കൂടാതെ അത് നല്ല രീതിക്ക് വരും എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ തന്നെയാണ് കാര്യം. അപ്പോൾ മൃഗരൂപം പൂണ്ട ദൈവങ്ങൾക്ക് പ്രത്യേക പവർഫുള്ളാണ്. അതേപോലെ തന്നെയാണ് വാരാഹി ദേവിയുടെ കേസ് എടുത്താലും. അതായത് വാരാഹി ദേവിയുടെ വരാഹ രൂപം പൂണ്ട ദേവി ഭയങ്കര ശക്തിയാണ്. നമ്മുടെ ഈ ട്രിവാൻഡ്രത്ത് തന്നെ ശ്രീ പഞ്ചമി ക്ഷേത്രം എന്ന് പറയുന്നതുണ്ട്. വളരെ ഫേമസ് ആണ് കേട്ടോ. വളരെ കുഞ്ഞമ്പലമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആളുകളെല്ലാം കൂടെ ചേർന്ന് അവർക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയും അവരുടെ ആ ഒരു അമ്പലം ഇപ്പം വളരെ വലിയ അമ്പലമാക്കി വലിയ വലിയ പൂജകളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ അതിപ്പോൾ ഫേമസ് ആണ്. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരാഹി ദേവിയുടെ ഒരു അത്ഭുത മന്ത്രമാണ് നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്രത്തിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധി, അതുപോലെ തന്നെ നമുക്ക് ഈ രോഗം വിട്ടുമാറാതെ നമ്മളെ അലട്ടുന്ന കുറച്ച് പേരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ അത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് പഠിത്തത്തിനും അതുപോലെ തന്നെ നല്ല സ്വഭാവമായി വളരാനും ഒക്കെ ഏറ്റവും നല്ല ഒരു മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്രം ശരിക്കും ജപിക്കേണ്ട രീതി എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ 21 ദിവസം 21 തവണ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജപിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിന് ഉപയോഗമുള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അശുദ്ധമാവുന്ന സമയത്ത് ജപിക്കാവോ എന്നിങ്ങനെ ചോദിച്ചിരുന്നു. അശുദ്ധമാവുന്ന സമയത്തായാലും നിങ്ങൾ വൃത്തിയായിട്ടായിരിക്കണം ധ്യാനിക്കേണ്ടത് ദേവിയെ. പൂജകളൊന്നും നമ്മൾ ഏർപ്പെട്ടില്ലല്ലോ, അമ്പലങ്ങളിലും പോകാറില്ല ആ ഒരു സമയം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളൊന്ന് വൃത്തിയായ ശേഷം നമ്മൾ ഭഗവതിയെ ധ്യാനിച്ചിട്ട് നമുക്ക് മന്ത്രം ഉരുവിടാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ സാധാരണ നമ്മൾ വാരാഹി മന്ത്രം എന്ന് പറയുന്നത് ജപിക്കുന്നത് അർദ്ധരാത്രിയാണ്. അപ്പോൾ അർദ്ധരാത്രി ജപിക്കാൻ സമയം ഇല്ല, അങ്ങനെ പറ്റുന്നില്ല എന്നുള്ളവരൊക്കെ ആണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നവർ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ബെറ്റർ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈമിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
വരാഹരൂപം പൂണ്ട ദേവി വളരെ ശക്തിയായ ദേവിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഏത് രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാരാഹി ദേവി ആരാധിച്ചു കഴിഞ്ഞാൽ അത് മാറുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ നാട്ടിലുള്ള ആളുകളെല്ലാം ലൈക്ക് അന്യദേശത്ത് ജോലി ചെയ്യാനായിട്ട് പോകുന്നവരുണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഒരുപാട് പേര് ഇതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കമൻറ്റ് ഞാനൊരു സ്ക്രീൻഷോട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഏതാ മന്ത്രം എന്നുള്ളത് മെൻഷൻ ചെയ്യും. അതുപോലെ എനിക്ക് ഇന്നിപ്പോൾ ഷെയർ ചെയ്യാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും അറിയില്ല വാരാഹി ദേവി ആരാണ്, അല്ലെങ്കിൽ വാരാഹി ദേവിയുടെ ആ ഒരു ഉത്ഭവം, അല്ലെങ്കിൽ എങ്ങനെയാണ് വാരാഹി ദേവി ഉണ്ടായത് എന്നുള്ള ഒരു ഡൗട്ട് മിക്കവർക്കും ഉണ്ട്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർക്കും ഒന്നും ഒരു ഐഡിയയും ഉണ്ടാവില്ല. നമുക്കെല്ലാവർക്കും അറിയാം, വിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിൻ്റെ ശക്തിയായിട്ടാണ് വാരാഹി ദേവി ആരാധിക്കപ്പെടുന്നത്. അതായത് മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായതാണ് ഈ ഭഗവതി. അത് 8 വിധത്തിലുള്ള ദാരിദ്ര്യവും അതുപോലെ തന്നെ അതില്ലാതാക്കാനും, ദാരിദ്ര്യം ഇല്ലാതാക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ഈ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവരെയൊക്കെ ചേർത്ത് പിടിക്കാനും അവരുടെ ആ ഇല്ലായ്മ അല്ലെങ്കിൽ അവരുടെ ആ കഷ്ടതകളെ മാറ്റി അവരെ ചേർത്ത് പിടിക്കാൻ കഴിവുള്ള അത്രയും പവർഫുള്ളായിട്ടുള്ള ദേവിയാണ് വരാഹി ദേവി. വിശ്വാസപ്രകാരം വരാഹരൂപം പൂണ്ട കാളി വാർത്താളി എന്നും അറിയപ്പെടുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, പല പേരുകളിലാണ് വരാഹി ദേവി ആരാധിക്കപ്പെടുന്നത്. അതായത് ഈ ദുഷ്ടര്, ഒത്തിരി ആളുകൾക്ക് ഈ ശത്രുദോഷം അല്ലെങ്കിൽ ദുഷ്ടരെ കൊണ്ടാണ് മാക്സിമം അവരുടെ ഇല്ലായ്മ, അല്ലെങ്കിൽ അവരുടെ മാക്സിമം അവരുടെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു വാരാഹി ദേവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദുഷ്ടരെ നിഗ്രഹിക്കാനും അതുപോലെ ശത്രുദോഷ ശാന്തി അല്ലെങ്കിൽ ആഗ്രഹപൂർത്തി, സമ്പത്ത്, ഉയർച്ച എന്നിവ ഫലം ചെയ്യാനും വാരാഹി ദേവിക്ക് കഴിയും. അതാണ് ശരിക്കും വിശ്വാസം, അത് തന്നെയാണ്. അപ്പം മിക്കവരും ചോദിച്ചു, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടൈം ഉണ്ടോ വാരാഹി ദേവി ആരാധിക്കാനായിട്ട്? രാത്രിയാണ് ഏറ്റവും ഉചിതം വാരാഹി ദേവി ആരാധിക്കാൻ. ഏറ്റവും വിശേഷപ്പെട്ട ദിവസം വാരാഹി ദേവിയുടെ എന്ന് അറിയപ്പെടുന്നത് പഞ്ചമി തിഥിയിലെ രാത്രിയാണ്. അതിവിശേഷമായ പൂജകളൊക്കെ നടത്തുന്ന ദിവസമാണ് അന്നേ ദിവസം. അതുപോലെ വേറൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് ദേവി കേൾക്കുന്നില്ല, വരാഹി ദേവി എന്തുകൊണ്ടാണ് എന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നതൊന്നും തന്നെ ദേവി കേൾക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥന കഴിവതും ദേവി അവോയ്ഡ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ പറയരുത്. നമ്മളുടെ ആഗ്രഹം സഫലീകരിക്കാൻ സമയമാകുമ്പോൾ അത് എന്തായാലും നടന്നിരിക്കും എന്ന് കരുതി വാരാഹി ദേവിയോടുള്ള ആ ഒരു ഭക്തിയും അല്ലെങ്കിൽ ആരാധനയും ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്, അല്ലെങ്കിൽ മിസ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. നമ്മൾ ഒരു വിശ്വാസം എന്നുള്ള സംഭവം ഇല്ലാതെ നമ്മൾ ആരാധിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ എന്നൊരു കാര്യമില്ല അല്ലേ. നമ്മളുടെ കാര്യം സാധിച്ചു തരും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ദേവിയോടുള്ള ഒരു ഭക്തി ഡെവലപ്പ് ചെയ്യുക. വിശ്വാസം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറ്റുവാണെങ്കിൽ വീട്ടിൽ തന്നെ ചെറിയ രീതിയിലൊരു പൂജ ചെയ്യാം. ശരിക്കും പൂജ പോലും ചെയ്യാൻ അല്ലെങ്കിൽ പൂജ പോലും വേണ്ടാത്ത, അല്ലെങ്കിൽ അത്രയും വലിയ നമ്മൾ സാധാരണ ദൈവങ്ങൾക്ക് വെക്കുന്ന പോലെ അത്രയും വലിയ പൂജകളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ അത്രയും ശക്തിയാണ്. നമ്മളൊന്ന് മനസ്സിൽ ദേവിയെ ധ്യാനിക്കുക. നമ്മളൊരു വിഷമം വരുന്ന സിറ്റുവേഷനിൽ പോലും നമ്മുടെ ചിന്തകൾ പല രീതിയിൽ പോകാം അല്ലേ. ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇപ്പോൾ ഭയങ്കരമായ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആളുകളായാലും, അപ്പോൾ അവർക്കൊക്കെ മാക്സിമം അവർക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ പല രീതിയിലായിരിക്കും ഒരു ചിന്ത പോകുന്നത്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ
അവരെ അവരുടെ ആ ഒരു പ്രതീക്ഷയോടെ കുറേ പേര് ജീവിച്ചിരിപ്പുണ്ട്. വേണ്ടാത്ത ചിന്തകൾ പോയി സൂയിസൈഡ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെയും കൂടെ ബാധിക്കും. പിന്നെ ഫർദർ അവരെങ്ങനെയാണ്, അവരുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. നമ്മളെ വിചാരിച്ച് ജീവിക്കുന്നവർ കാരണം കുട്ടികളായിരിക്കും അല്ലേ, അവരെയൊക്കെ ബാധിക്കും. അപ്പം മാക്സിമം നമ്മൾ അത് തരണം ചെയ്യുക എന്നുള്ളതാണ് പ്രതിവിധി. അതിനായിട്ട് നമുക്ക് ആ ഒരു സഹനശക്തി തരുന്ന ഒരു പവർഫുൾ ദേവിയാണ് വാരാഹി ദേവി. അതാണ് ഇങ്ങനെ എടുത്ത് പറയാൻ വേണ്ടത്. വാരാഹി ദേവിയോടുള്ള ഭക്തി ഡെവലപ്പ് ചെയ്യുക, അതുപോലെ വിശ്വാസം. വാരാഹി ദേവിയെ ഓരോ മന്ത്രങ്ങളും അതിശക്തമാണ്. ഈ വീഡിയോസിനകത്ത്, ഈ ചാനലിലെ ഓരോ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ്. അതിന് ഉദാഹരണമാണ് ഇതിൽ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു കമൻറ്റ്. കഴിഞ്ഞ 2-3 വീഡിയോസിന് മുന്നേ ഞാൻ ഇട്ടപ്പോൾ അതിൽ ഏതോ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തു മോശപ്പെട്ട രീതിയിൽ. ഞാൻ അവരെ ഒന്നും പറയില്ല, കാര്യം അവർക്ക് ദൈവത്തോടുള്ള വിശ്വാസം ഉണ്ടാവില്ലായിരിക്കാം മേ ബി. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ എന്തുകൊണ്ടാണ് ഈ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഐഡിയ ഇല്ലാതെ തുടങ്ങിയ ചാനലാണ്. എനിക്ക് 4 പേർക്ക് ഒരു ചിലവും കൂടാണ്ട് 4 പേർക്ക് വാരാഹി ദേവിയെക്കുറിച്ച് പറഞ്ഞ് ആ മന്ത്രം പറഞ്ഞു കൊടുത്ത് അവർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്നുള്ള ഒരൊറ്റ ഇത് മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ. മാക്സിമം അത് തന്നെയാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്തു. എനിക്കത് കേൾക്കുമ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി. അറ്റ്ലീസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അവർക്കത് ഗുണം ചെയ്യുന്നുണ്ട്, അതല്ലാതെ അവർക്ക് വെറുതെ പറയാനാവില്ലല്ലോ. അത് മനസ്സിലാക്കുക. ഞാനതൊന്നും ബോദർ ചെയ്യുന്നില്ല. പക്ഷേ ഒരു കൂട്ടം എന്തായാലും ഈ ലോകത്ത് നന്മ ചെയ്യുന്നവർ മാത്രമായിരിക്കില്ല, തിന്മയും എല്ലാം കൂടെ കലർന്ന കുറേ വ്യക്തികൾ കാണും. അതിൽ തിന്മയെ ചവിട്ടി അമർത്തി നന്മ ചെയ്യുന്നവരെ ഉയർത്തി അല്ലെങ്കിൽ അവരെ വളർത്തി നല്ലൊരു രീതിയിൽ എത്തിക്കാനായിട്ടാണ് ദൈവങ്ങൾ ശ്രമിക്കുക. തിന്മ വളരുമായിരിക്കും, തട്ടിമുട്ടിയൊക്കെ വളരുമായിരിക്കും, പക്ഷെ അവരെ ഒരു നിമിഷം കൊണ്ട് അവരെ തളർത്താനായിട്ട് ദേവിക്ക് സാധിക്കും. അത് മനസ്സിലാക്കുക. ചിലപ്പോൾ ആ കൂട്ടർ ശരിക്കും ദൈവത്തിനോടുള്ള വിശ്വാസമില്ലാത്ത ഈ പറഞ്ഞ കൂട്ടരായിരിക്കാം മോശപ്പെട്ട കമൻറ്റുകൾ വന്ന് ചെയ്യുന്നത്. എനിക്കങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം ഈ ചാനൽ കണ്ടാൽ മതി, ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല. പിന്നെ ഒരു കൂട്ടർ ഉണ്ടാവും അന്യദേശത്ത് പാരൻസിനെയൊക്കെ വിട്ടുപോയിട്ടോ അല്ലെങ്കിൽ ഫാമിലിയെ മാറ്റി നിർത്തിയവർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അന്യദേശത്തും ജോലി ചെയ്യുന്നവർ കാണും. ജോലി കിട്ടാൻ വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ടാവും. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഷെയർ ചെയ്യാൻ പറയുന്നത്. മാക്സിമം അവർക്ക് ചിലപ്പോൾ അറിയില്ലുണ്ടാവില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, അത്രേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും, കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ ഏതാണ് ആ മന്ത്രം എന്നുള്ളത് ഞാൻ ചുവടെ കൊടുക്കാം. മാക്സിമം എല്ലാവരും ആ മന്ത്രം ജപിക്കുക. 21 ദിവസം 21 തവണയായിട്ടാണ് ജപിക്കേണ്ടത്. മഹാഘോരായ നമ, ഓം മഹാഘോരായ നമ, അതാണ് മന്ത്രം. ഞാൻ ചുവടെ അത് എങ്ങനെയാണ് ചൊല്ലുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, കൂടെ ചൊല്ലുക കേട്ടോ. ഓം മഹാഘോരായ നമഃ, 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 ഓം മഹാഘോരായ നമഃ,
महाघोराय नमः। ॐ 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 महाघोराय नमः।
महाघोराय नमः। ॐ 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 महाघोराय